ഹലോ, ഇന്നുണ്ടല്ലോ ഞാൻ ചെയ്ത മറ്റൊരു സ്റ്റിച്ചിങ്ങിൻ്റെ ഇത് കാണിച്ചു തരാവേ. നമ്മൾ ഇത് വേണ്ട, ഇത് വന്നിട്ട് ഫ്രണ്ടാണ്, ഇത് വന്നിട്ട് ബാക്കാണ്. നമ്മളെപ്പോഴും ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മൾ ബിഗിനേഴ്സ് ആണല്ലോ, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പേപ്പർ പാറ്റേൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ക്ലോത്തിലേക്ക് ഇത് വെച്ചിട്ട് മെഷർമെൻ്റ് എടുത്ത് ഇത് കറക്റ്റായിട്ട് വെട്ടിയെടുത്ത് നമ്മൾ ക്ലോത്തിൽ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റി പോകാനായിട്ടുള്ള ഒരു ചാൻസും കാര്യങ്ങളൊക്കെ ഒത്തിരി കുറയുവേ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെറ്റിക്കോട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത ഫ്രണ്ട് ആൻഡ് ബാക്കിൻ്റെ ബോഡി പാർട്ടാണ്. ഇത് ബോഡി പാർട്ടാണ്. ഇതിൻ്റെ അടിയിലേക്ക് സ്കേർട്ട് പാർട്ടും കൂടെ ഉണ്ട്. സ്കേർട്ട് പാർട്ടിൽ നമ്മൾ പാറ്റേൺ ചെയ്യുന്നില്ല, അല്ലാണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്, അങ്ങനെയാണേ. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്ലോത്തിലേക്ക് പാറ്റേൺ ആദ്യം സ്കെച്ച് ഇത് വെച്ച് മാർക്ക് ചെയ്ത് നമ്മുടെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്ത് പിന്നെയാണ് വെട്ടി തയ്ക്കുന്നത്. ആൻഡ് ഞാൻ ഇത് വെച്ച് വെട്ടി തയ്ച്ച് ഫൈനലാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം ഇതാണ് നമ്മുടെ ബെറ്റിക്കോട്ട്. ആക്ച്വലി നമ്മൾ ഈ ബെറ്റിക്കോട്ടൊക്കെ പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രോക്കൊക്കെ തയ്ക്കുമല്ലോ. അപ്പം നമ്മളിങ്ങനെ പ്ലേറ്റ് ഒക്കെ കൊടുത്താണ് നോർമലി ചില ഫ്രോക്ക് തയ്ക്കുന്നത്. നമ്മൾ പ്ലേറ്റ് കൊടുത്തിട്ടായിരിക്കുമല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാനിപ്പം ഇതിങ്ങനെ എടുത്തും വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഭയങ്കരമായിട്ടും ചുളുങ്ങിപ്പോയത്. തേച്ച് നമ്മൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുമ്പോൾ നല്ലപോലെ തേച്ചിട്ടൊക്കെ ആയിരുന്നു നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നത്. ആൻഡ് അങ്ങനെ അപ്പം ഞാനിത് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. ഫസ്റ്റ് നമ്മൾ ബേബി ചെസ്റ്റ് കവർ സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡായിട്ട് സ്റ്റിച്ച് ചെയ്തതാണിത്, ഈ ഒരു ബെറ്റിക്കോട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇത് നമ്മൾ ചുമ്മാ എനിക്ക് ഒന്നുകൂടെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റേ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ച് ജസ്റ്റ് ഒരു ഫ്ലവർ കൂടെ അവിടെ ചെയ്തു, ഒരു രസത്തിന് വേണ്ടിയിട്ട്. ആൻഡ് ഇത് ഞാൻ ചെയ്തത് എൻ്റെ മോൻ്റെ അളവിനായിരുന്നു ഇത് ചെയ്തത്. പക്ഷേ അവനെ ഇടിയിപ്പിക്കാൻ പറ്റില്ലല്ലോ, അത് ബേബി ബോയ് അല്ലേ. അതുപോലെ അവൻ ഇടത്തുമില്ല, അത് വേറൊരു സത്യം. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ബ്രദറിൻ്റെ മോളുണ്ട്, അപ്പോൾ അവർക്ക് ഇത് കറക്റ്റ് ആയിരിക്കും. അവനും ഇവിടെ ഏറെക്കുറെ സെയിം ഏജ് ആണ്. കുറച്ചുകൂടെ സ്കിൻ മെലിഞ്ഞിട്ടാണ്, ബട്ട് ഓക്കെ ആയിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ. അപ്പോൾ അവർക്ക് ഇടാനും കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ചെറിയ ഫ്ലവറൊക്കെ ഇതിൽ ചെയ്ത് വെച്ചത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് എൻ്റെ സെക്കൻഡ് ആയിട്ടുള്ളൊരു സെക്കൻഡ് സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ഞാൻ പഠിച്ച മോഡലാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെയും ബൈ ബൈ.